ഒരു ദിവസം ഒരു ദേവദാസൻ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു. ദാവീദ് തോടിൻ്റെ അടുക്ക വന്ന് ഒരു മിനുസമുള്ള കല്ലെടുത്ത് ഗോലിയാത്തിനെ എറിയുവാൻ താൻ തിരഞ്ഞെടുത്തു. പക്ഷെ എല്ലാവരും ദാവീദിനെ ശ്രദ്ധിക്കുന്നുണ്ട്, കവിണയിലുള്ള കല്ലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ കല്ല് എങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചോദ്യം ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ കല്ല് ഒരു വലിയ പർവ്വതത്തിൻ്റെ ഭാഗമായിരുന്നു. ആ പർവ്വതം പൊട്ടിയപ്പോൾ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗവും അത് പൊട്ടിച്ചെതറി താഴെ ഈ തോടുകളിലും ഉരുണ്ട് താഴെ വന്നപ്പോൾ അത് ചോദിച്ചു, ഞാൻ മേളിലിരുന്നതല്ലേ, ഇത്രയും ഉയർന്നിരുന്നതല്ലേ, എന്തിന് ഞാൻ പൊട്ടി, എന്തിന് ഞാൻ തകർന്നു, എന്തിന് എൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ ഒരഞ്ഞു പോയി? പക്ഷെ ഇത്രയും മുകളിൽ ഇരുന്ന ഈ കല്ലിനെ, ഈ പാറക്കഷ്ണത്തെ ഇതിൻ്റെ പ്രക്രിയയിലൂടെ ഉരുട്ടി താഴെ വന്ന് ഈ തോടിൽ മിനുസമുള്ളതാക്കുമ്പോൾ ഈ കല്ല് അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്റ്റക്കായിപ്പോയി, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല? അത് അവിടെ കിടക്കുമ്പോഴാണ് ഒരു ദിവസം ദാവീദ് എന്ന് പറഞ്ഞൊരു ഭക്തൻ ഗോലിയാത്തിനെ എറിയുവാൻ ഒരു കല്ല് തപ്പിയപ്പോൾ ഒരു മിനുസമുള്ള കല്ലിനെ കണ്ടത്. ഞാനെന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും അനങ്ങാതെ യാതൊന്നും സംഭവിക്കാൻ നമ്മളിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ സ്റ്റക്കായിപ്പോയി, എൻ്റെ ജീവിതത്തിലൊന്നും മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ നീ ഒരു മിനുസമുള്ള കല്ലായി സൈഡുകൾ ചെത്തി വെടിപ്പാക്കി ഇത്രയും ഉയർന്ന സ്ഥലത്ത് നിന്ന്, ഇത്ര ഉയർന്ന ജോലിയിൽ നിന്ന്, ഇത്ര ഉയർന്ന പദവിയിൽ നിന്ന് ദൈവം താഴെ എത്തിച്ചത് നിന്നെ ഉപയോഗിച്ച്, എന്നെ കാണുന്ന നിങ്ങളെ ഉപയോഗിച്ച് ദൈവത്തിന് ചില ഗോലിയാത്തുമാരെ താഴ്ത്താനുണ്ട്, തകർക്കാനുണ്ട്. ഞാൻ പറയട്ടെ, ഈ സംവത്സരത്തിൽ ദൈവം നിങ്ങളെ ശക്തിയായി കുടുംബമായി ഉപയോഗിക്കാൻ പോവാണ്. നിങ്ങൾ കരഞ്ഞ കണ്ണുനീരിനും വേദനിച്ച വേദനയ്ക്കും ഇല്ലായ്മയുടെ നാളുകൾക്കെല്ലാം നിങ്ങൾ നന്ദി പറയാൻ പോവുക. കാരണം ആൾക്കാർ കാണുക, ജനം കാണുക, മറ്റുള്ളവർ കാണുക, ഒരു മിനുസമുള്ള കല്ല്, ഒരു കല്ല് കൊണ്ട് ഗോലിയാത്ത് താഴെ വീണെന്ന് പറയുമാറ് ആ ഒരു കല്ല് നിങ്ങളാകട്ടെ. ഗാഡ് ബ്ലെസ് യു.